പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഒരു പ്രഭാത വന്ദനവും കൂടെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിലും നമ്മുടെ പഠന പരമ്പരയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയും അപ്പോൾ തന്നെ നിങ്ങളെ ഏവരെയും ഈ പ്രഭാത ഡിവോഷനിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ പ്രഭാതം വരെയും നമ്മൾ 7 യുഗങ്ങളിൽ 6 യുഗങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മൾ പൂർത്തീകരിച്ചു. തുടർന്ന് വരുന്ന ഒരു യുഗം സഹസ്രാബ്ദ യുഗം അഥവാ ഭാവി യുഗമാണ്. എന്നാൽ അതിനെക്കുറിച്ച് നാം പഠിക്കുന്നതിന് മുൻപ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളെ നാം സസൂക്ഷ്മം പഠിക്കുകയും ആ പഠനത്തിൻ്റെ ഇടയിൽ ഈ സഹസ്രാബ്ദ യുഗത്തെക്കുറിച്ച് അഥവാ ഭാവി യുഗത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നതായിരിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. 2-3 അധ്യായങ്ങൾ ഏഷ്യ മൈനറിലെ 7 സഭകളുടെ വെളിപ്പാടാണ്. 4-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് സ്വർഗം തുറന്നിരിക്കുന്ന വെളിപ്പാടാണ്. നമുക്കറിയാം 4-ാം അധ്യായം ആരംഭിക്കുന്നത് ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തോടുകൂടെ ആരംഭിക്കുന്നു. അങ്ങനെ യോഹന്നാൻ ദൈവസന്നിധിയിൽ ആ കർത്തൃ ദിവസത്തിൽ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ യോഹന്നാൻ ആ കർത്തൃ ദിവസത്തിൽ ലഭിക്കപ്പെട്ട വെളിപ്പാടുകളുടെ ഒരു കലവറയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ വിശദീകരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 4-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഭാഗത്തിൽ കൂടെ നാം സഞ്ചരിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകൾ നമ്മുടെ നടുവിലുണ്ട്. അതിൽ 1-ാമത്തെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് പ്രീ മില്ലേനിയം ആണ്. മഹോപദ്രവ കാലഘട്ടത്തിന് മുൻപ് ദൈവസഭ എടുക്കപ്പെടും എന്നുള്ള പഠിപ്പിക്കൽ. 2-ാമത്തത് മിഡ് മില്ലേനിയമാണ്. 11-ാമത്തെ അധ്യായം വരെ, അതായത് വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങൾ അതിനുശേഷം സഭ ഇവിടുന്ന് എടുക്കപ്പെടും. അതുവരെ ഈ സഭ ഇവിടെ ഉണ്ടാകും എന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. മറ്റൊരു കൂട്ടർ സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകും എന്ന് പഠിപ്പിക്കുന്നു. ഏതാണ് ഇതിൻ്റെ വാദഗതി, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നാണ് നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ നോക്കുന്നത്. എന്നാൽ ദൈവവേദി എന്നൊരു കാര്യം പറയാം. ഒരു പക്ഷേ നിങ്ങൾ പ്രീ മില്ലേനിയത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം, മിഡ് മില്ലേനിയത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം, പോസ്റ്റ് മില്ലേനിയത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും. ഏതുമാകട്ടെ, പക്ഷെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമായി ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ കൂടെ കടത്തിവിടുകയും പരിശുദ്ധാത്മാവ് വിശുദ്ധ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ അതുപോലെ തന്നെ വികലമായി വ്യാഖ്യാനിക്കാതെ അതേപടി സ്വീകരിപ്പാൻ ഞാനും നിങ്ങളും ഒരുക്കമുള്ളവരായിരിക്കുക. അങ്ങനെ ഒരുക്കപ്പെടുമ്പോഴാണ് ദൈവിക പ്രവർത്തികളെ നാം കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിച്ചത് ഈ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെ നമുക്ക് എസ്കറ്റോളജി അഥവാ ഭാവിശാസ്ത്രം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഇവിടെ മുതലാണ് എസ്കറ്റോളജി, ഭാവിശാസ്ത്രം തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന ഒരു അധ്യായങ്ങളല്ല ഇനി തുടർന്നുള്ള അധ്യായങ്ങൾ. വളരെ ആഴമായി ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ധാരാളം കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ
ഞാൻ പറഞ്ഞല്ലോ 3 ഗ്രൂപ്പുകൾ നമ്മുടെ നടുവിലുണ്ട്. അവരിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, അത് ആദ്യത്തെ ആ പോയിന്റിലേക്ക്, അവസാന പോയിൻ്റായ പോസ്റ്റ് മില്ലേനിയം എന്ന് പറയുന്ന ആ പോയിന്റ് എടുത്തിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പോസ്റ്റ് മില്ലേനിയം അഥവാ സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകും, അതിനുശേഷമാണ് സഭ എടുക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ നടുവിൽ വളരെ ശക്തമായി കാണുവാൻ കഴിയും. അപ്പം അതിനെക്കുറിച്ചുള്ള ധാരാളം പഠിപ്പിക്കലുകൾ അവരുടെ കൈവശമുണ്ട്. എന്നാൽ വേദപുസ്തകം ഈ 3 മില്ലേനിയത്തിൻ്റെയും വീക്ഷണം എന്താണ് നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ അന്ത്യകാല ശാസ്ത്രത്തിൻ്റെ അകത്ത് അഥവാ എസ്കറ്റോളജിക്കകത്ത് നാം പഠിക്കേണ്ട പ്രധാനമായ ഒരു കാര്യം യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ക്രിസ്തുവിനോട് ചേർന്നുള്ള സ്വർഗീയ വാസവുമാണ് ഈ ക്രിസ്തീയ പ്രത്യാശയുടെ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, മശിഹയുടെ വാഴ്ച ബൈബിളിലെ അതിപ്രധാനമായ വിഷയങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ഇനിയുള്ള വരവോടുകൂടിയാണ് ഈ യുഗത്തിൻ്റെ സമാപ്തിയും അതുപോലെ തന്നെ പുതിയ യുഗത്തിൻ്റെ പിറവിയും പിറക്കുന്നത്. അങ്ങനെ ഈ ഭാഗം നാം വായിച്ച് പഠിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട ഗ്രീക്ക് പദങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ വെളിപ്പാട് എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന ചില ഗ്രീക്ക് പദങ്ങൾ. ഒന്ന്, അവിടെ എഴുതിയിരിക്കുന്ന പറൂസിയ എന്ന പദമാണ്. ഈ പറൂസിയ എന്ന പദം എന്താണ് അർത്ഥം? അതിൻ്റെ അർത്ഥം വെളിപ്പെടുക എന്നാണ് അർത്ഥം. ഇനി അപ്പോക്കാലിപ്സിസ്, അതിനെ ചിലർ മറനീക്കി വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നുവെങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം തേജസ്സോടെ പ്രത്യക്ഷനാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത മറ്റൊരു വേർഡാണ് എപ്പിഫാനിയ. ഈ എപ്പിഫാനിയ എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് വേഗത്തിൽ വരും എന്നുള്ളതാണ്. മറ്റൊരു പദം ഫാനറോസാണ്, അതും പ്രത്യക്ഷനാകുക എന്നർത്ഥമാണ്. അപ്പോൾ ഈ ഗ്രീക്ക് പദങ്ങൾ എല്ലാം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ്. എന്നാൽ ഈ പോസ്റ്റ് മില്ലേനിയം, മിഡ് മില്ലേനിയം, പ്രീ മില്ലേനിയം ഒക്കെ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ എന്താണ് സത്യാവസ്ഥ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ സത്യാവസ്ഥയിലേക്ക് മടങ്ങി വരണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ 2 പ്രധാനപ്പെട്ട ഗിരിപ്രഭാഷണം വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഈ 2 ഗിരിപ്രഭാഷണവും മത്തായി സുവിശേഷത്തിലാണ്. അതിലൊന്നാമത്തെ ഗിരിപ്രഭാഷണം നടക്കുന്നത് മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലാണ്. രണ്ടാമത്തെ ഗിരിപ്രഭാഷണം നടക്കുന്നത് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലാണ്. ഈ 2 ഭാഗങ്ങളിലെയും പ്രധാനപ്പെട്ട പ്രമേയം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ 24-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, നാഥ, അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും എന്താണ് അടയാളം? ആ അടയാളങ്ങൾ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി പങ്കിടുകയാണ്. ഈ അടയാളങ്ങൾ വ്യക്തിപരമായി വളരെ ആഴമായി നാം വളരെ ധ്യാനിച്ച് പഠിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏത് യുഗത്തിലാണ് ഞാനും നിങ്ങളും എടുക്കപ്പെടുന്നത്. അത് പ്രീ മില്ലേനിയമാണോ,
മിഡ് മില്ലേനിയമാണോ, പോസ്റ്റ് മില്ലേനിയമാണോ, മഹോപദ്രവത്തിന് മുൻപാണോ, മഹോപദ്രവം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണോ, അതോ മഹോപദ്രവത്തിന് ശേഷമാണോ എന്നുള്ള പഠനത്തെക്കുറിച്ച് അടുത്ത പ്രഭാതത്തിൽ നമ്മൾ കേൾക്കും. ഈ പ്രഭാതത്തിൽ സന്ദേശം കൈമാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാതത്തിൽ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.